ന്യായവിധിയുടെ ക്രൂരമായ ദൂതറിയിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്തത് അമ്മയുടെ ഹൃദയമുള്ള ഗദ്ഗദത്തോടെ സംസാരിക്കുന്ന കണ്ണുനീര് കൊണ്ട് നിറഞ്ഞ കണ്ണുകളുള്ള ബാലനായ യിരെമ്യാവിനെയായിരുന്നു. താൻ അറിയിച്ച ദൂത് തൻ്റെ തന്നെ ഹൃദയത്തെ തകർത്തു. യിരെമ്യാവ് ദൈവത്തിൻ്റെ ഒരു വലിയ മനുഷ്യനായിരുന്നു. ജീവസന്ദേശത്തിൻ്റെ യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തക പഠനമാണ് ഇന്നു മുതൽ നമ്മൾ ആരംഭിക്കുന്നത്. എല്ലാവർക്കും ഈ പഠനത്തിലേക്ക് സ്വാഗതം. ക്രിസ്തുവിൻ്റെ മനസ്സുള്ള അനേക ദൈവമനുഷ്യരെ ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയും. തന്നെക്കുറിച്ച് മനുഷ്യർ എന്താണ് പറയുന്നതെന്ന് ക്രിസ്തു ചോദിച്ചപ്പോൾ ചിലർ യിരെമ്യാവെന്ന് പറയത്തക്ക വിധം ക്രിസ്തുവുമായി സാമ്യമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു പ്രവാചകനായ യിരെമ്യാവ്. യിരെമ്യാ പ്രവചന പുസ്തകത്തിൻ്റെ ഒരു ആമുഖ പഠനവും 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളുമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. കരയുന്ന പ്രവാചകനെന്ന് പൊതുവെ അറിയപ്പെടുന്ന വ്യക്തിയാണ് യിരെമ്യാവ്. ഈ യിരെമ്യാവാണ് യിരെമ്യാ പ്രവചനത്തിൻ്റെ ഗ്രന്ഥകാരൻ. ബൈബിളിലെ ഏറ്റവും ശ്രദ്ധേയവും പ്രധാനപ്പെട്ടതുമായ പുസ്തകങ്ങളിൽ ഒന്നത്രേ യിരെമ്യാ പ്രവചനം. ഇപ്പോൾ നിങ്ങളിൽ പലരും പറഞ്ഞത് ഞാൻ കേട്ടു, ഏത് പുസ്തകം എടുത്താലും അത് പറയുമല്ലോ എന്ന്. ഒന്നും മാറ്റി നിർത്താനില്ലാത്തത് കൊണ്ട് അങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളും പ്രധാനപ്പെട്ടത് തന്നെയാണ്. എന്നാൽ ഇത് അസാധാരണമാം വിധം ശ്രദ്ധേയമാകുന്നു എന്നാണ് ഞാൻ അർത്ഥമാക്കിയത്. മിക്ക പ്രവാചകന്മാർക്കും തങ്ങളെ തന്നെ പുറത്തു കൊണ്ടുവരാതെ ഒതുങ്ങിക്കഴിയുന്ന ഒരു സ്വഭാവമാകുന്നു നാം കാണാറുള്ളത്. തങ്ങളുടെ പ്രവചനത്താളുകളിൽ അവർ തങ്ങളെ തന്നെ എടുത്തു കാണിക്കാറില്ല. എന്നാൽ യിരെമ്യാ പ്രവചനം ഒരു ആത്മകഥ പോലെ നമുക്ക് അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇത് വളരെ പ്രധാനപ്പെട്ടതാകുന്നു എന്ന്. യിരെമ്യാ പ്രവാചകൻ നമുക്ക് നൽകുന്നത് കൂടുതലും തൻ്റെ വ്യക്തിപരമായ ചരിത്രമാകുന്നു എന്ന് നാം മുൻപോട്ട് പഠിക്കുമ്പോൾ കാണുന്നതാണ്. ഈ പ്രവചനത്തിൽ തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ ലിസ്റ്റ് ഞാൻ ഒന്ന് കുറിക്കാം, ശ്രദ്ധിച്ചാട്ടെ. അങ്ങനെ നിങ്ങൾക്കും ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന മനുഷ്യനെ കുറേ കൂടി അടുത്ത് പരിചയപ്പെടുവാൻ സാധിക്കും. മറ്റ് പ്രവചന പുസ്തകങ്ങളിൽ ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് ഈ തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞിരിക്കുന്നതായ യിരെമ്യാവിൻ്റെ പ്രത്യേകതകൾ. ഒന്നാമതായി 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ യെരുശലേമിൻ്റെ വടക്കുള്ള അനാഥോത്ത് എന്ന സ്ഥലത്ത് ഒരു പുരോഹിത കുടുംബത്തിൽ അവൻ ജനിച്ചു എന്ന് നാം വായിക്കുന്നു. രണ്ടാമതായി 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ താൻ ജനിക്കുന്നതിനു മുമ്പ് തന്നെ അവനെ ഒരു പ്രവാചകനായി ദൈവം തിരഞ്ഞെടുത്തിരുന്നു എന്ന് നാം വായിക്കുന്നു. മൂന്നാമതായി 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ പ്രവാചക ശുശ്രൂഷയിലേക്ക് അവൻ വിളിക്കപ്പെട്ടു എന്ന് നാം കാണുന്നു. നാലാമതായി 1-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങളിൽ ഒരു പ്രവാചകനായി ദൈവം അവനെ നിയോഗിച്ചതായി നാം വായിക്കുന്നു. അഞ്ചാമതായി ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ 2 ദിനവൃത്താന്തത്തിൽ നാം നോക്കുമ്പോൾ അതിന് 35-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് യോശിയാ രാജാവിൻ്റെ വാഴ്ചയുടെ സമയത്ത് തൻ്റെ ശുശ്രൂഷ, അതായത് യിരെമ്യാവിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുകയും രാജാവിൻ്റെ ശവസംസ്കാരത്തിൽ വിലപിക്കുന്നവനായും യിരെമ്യാവിനെ നാം കാണുന്നു. ആറാമതായി താൻ ജീവിച്ച അതിഭയങ്കരമായ ചുറ്റുപാട് കാരണം അവനെ വിവാഹം കഴിക്കുന്നതിൽ നിന്നും വിലക്കിയിരുന്നതായി 16-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏഴാമതായി ഒരു വ്യക്തിയെപ്പോലും തൻ്റെ വശത്തേക്ക് നേടുവാൻ കഴിയാതിരുന്നു എന്ന് മാത്രമല്ല, തൻ്റെ ജനം തന്നെ ത്യജിച്ച് കളയുന്നതായി യിരെമ്യാ പ്രവചനം 11-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങളിലും 12-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലും 18-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിലും നാം കാണുന്നു. അവനെ വെറുത്ത് അവർ അവനെ അടിച്ച് ആമത്തിലിട്ടു എന്ന് 20-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു. അവർ അവനെ കാരാഗ്രഹത്തിൽ അടച്ചു, അവനെ വഞ്ചകനായി മുദ്രയടിച്ചു എന്ന് 37-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നു.
11 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ അത് നാം കാണും. 8-ാമതായി യിരെമ്യാവിൻ്റെ ദൂത് അവൻ്റെ തന്നെ ഹൃദയത്തെ തകർത്തു എന്ന് 9-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. 9-ാമതായി ശുശ്രൂഷയിൽ നിന്നും വിരമിക്കുവാൻ യിരെമ്യാവ് ആഗ്രഹിച്ചെങ്കിലും ദൈവം അവനെ അതിന് അനുവദിച്ചില്ല എന്ന് 20-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നാം കാണുന്നു. ഇനിയും ഒടുവിലായി 10-ാമതായി അവൻ യെരൂശലേമിൻ്റെ നാശവും യഹൂദ ജനം ബാബിലോണിലേക്ക് അടിമകളായി പോകുന്നതും നേരിട്ട് കണ്ടു. ബാബിലോന്യ സൈന്യത്തിൻ്റെ അധിപൻ യിരെമ്യാവ് ദേശത്ത് തന്നെ തുടരുവാൻ അവനെ അനുവദിച്ചു. യെരൂശലേമിൽ ശേഷിച്ചവർ മിസ്രൈമിലേക്ക് ഓടിപ്പോകുവാൻ പരിപാടിയിട്ടപ്പോൾ യിരെമ്യാവ് അതിനെതിരായി പ്രവചിച്ചു എന്ന് 42-ാം അധ്യായത്തിൻ്റെ 15 മുതൽ ഉള്ള വാക്യങ്ങളിലും 43-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം വരെ നാം കാണുന്നു. ഒടുവിൽ ശേഷിപ്പിൻ്റെ കൂടെ മിസ്രൈമിലേക്ക് പോകുവാൻ അവൻ നിർബന്ധിതനായി. 43-ാം അധ്യായത്തിൻ്റെ 6-ഉം 7-ഉം വാക്യങ്ങളിൽ നാം അത് കാണുന്നു. അവിടെ അവൻ മരിച്ചു. പാരമ്പര്യം പറയുന്നത് ഈ ശേഷിപ്പ് അവനെ കല്ലെറിഞ്ഞു കൊല്ലുകയായിരുന്നു എന്നത്രേ. തന്നെക്കുറിച്ച് തന്നെ ഇത്രയധികം പറഞ്ഞിരിക്കുന്ന വേറെ ഏത് പ്രവാചകനാണുള്ളത്? യിരെമ്യാവിനെക്കുറിച്ച് വളരെ വ്യക്തമായി നമുക്കറിയുവാൻ സാധിക്കും. അവൻ്റെ സ്വകാര്യ ജീവിതത്തെപ്പോലും ഇവിടെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടായിരിക്കാം അനേകർക്കും ഇത് വായിക്കുന്നതിന് വലിയ താല്പര്യം തോന്നാത്തത് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. എപ്പോഴും കരയുന്ന ഒരു പ്രവാചകൻ, തൻ്റെ ജനത്തെക്കുറിച്ച് വിലപിക്കുന്ന ഒരു നല്ല മനുഷ്യൻ. യിരെമ്യാവ് വളരെ ശ്രദ്ധേയനായ ഒരു മനുഷ്യനായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ അദ്ദേഹത്തെ ദൈവത്തിൻ്റെ കരയുന്ന ശിശു എന്ന് വിളിക്കും. സ്വന്തം കാര്യങ്ങൾ കാണുവാൻ കരയുന്ന എന്ന അർത്ഥത്തിലല്ല. ശിശുക്കൾ മിക്കവാറും സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ കരയുന്നത്. എന്നാൽ യിരെമ്യാവ് മിക്കവാറും സമയങ്ങളിൽ കണ്ണുനീരിൽ കലങ്ങിയ കണ്ണുകളുമായിട്ടാണ് കഴിഞ്ഞത്. ന്യായവിധിയുടെ ക്രൂരമായ, തൻ്റെ ജനത്തിന് വരുവാൻ പോകുന്ന ന്യായവിധിയുടെ ക്രൂരമായ ദൂതറിയിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്തത് യിരെമ്യാവിനെയായിരുന്നു. അമ്മയുടെ ഹൃദയമുള്ള, ഗദ്ഗതത്തോടെ സംസാരിക്കുന്ന, കണ്ണുനീര് കൊണ്ട് നിറഞ്ഞ കണ്ണുകളുള്ള ഈ മനുഷ്യനെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. താൻ അറിയിച്ച ദൂത് തൻ്റെ തന്നെ ഹൃദയത്തെ തകർത്തു. യിരെമ്യാവ് ദൈവത്തിൻ്റെ ഒരു വലിയ മനുഷ്യനായിരുന്നു. ഈ പറഞ്ഞതുപോലെ പരുക്കനായ ഒരു ദൂത് അറിയിക്കുവാൻ ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെ നിങ്ങളും ഞാനും തിരഞ്ഞെടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പകരം കഠിനഹൃദയനായ ഒരുത്തനെ ഈ കഠിനമായ ദൂതേൽപ്പിച്ചേനെയും. ദൈവം അങ്ങനെ ഒരാളെ അല്ല തിരഞ്ഞെടുത്തത്. പിന്നെയോ അലിയുന്ന ഹൃദയമുള്ള കരുണാസമ്പന്നനായ, അതെ, ഒരു മാതാവിനെ പോലെ, ഒരു പിതാവിനെ പോലെ തൻ്റെ കുഞ്ഞുങ്ങളോട് ഇടപെടുന്ന ഒരുവനെ ദൈവം തൻ്റെ ദൂത് അറിയിക്കുവാൻ കണ്ടെത്തി. അതാണ് യിരെമ്യാവ്. തൻ്റെ ജനം കഷ്ടത്തിലും പ്രയാസത്തിലും കൂടി കടന്നു പോകുന്നത് നിസ്സഹായനായി കണ്ടു നിൽക്കുന്നിടത്തോളം ഒരു വലിയ മനുഷ്യന് വേദന നൽകുന്നത് വേറെ എന്താണുള്ളത്? ഇതായിരുന്നു യിരെമ്യാവിൻ്റെ അവസ്ഥയും. അവൻ നോക്കി നിൽക്കെ തന്നെ തൻ്റെ ജനം അടിമത്തത്തിലേക്ക് കൊണ്ടുപോകപ്പെട്ടു. ഇത് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം പലപ്പോഴും നമുക്ക് മനസ്സിലാകില്ല. ലോകത്തിന് അനുഗ്രഹമായി ദൈവാനുഗ്രഹം നേരിട്ട് പ്രാപിച്ച എല്ലാ സമ്പൽ സമൃദ്ധിയിലും ദൈവമാക്കി തീർത്ത ഒരു ജനം അടിമവേല ചെയ്യുന്ന അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഞാൻ ഉദ്ദേശിച്ചത് യഹൂദ ജനമാണ്. ഇത്രയും ലജ്ജാകരമായ, ഇത്രയും ഹൃദയഭേദകമായ മറ്റേതൊരവസ്ഥയാണ് ഒരു മനുഷ്യന് ഉണ്ടാകുവാൻ കഴിയുന്നത്? ഒരു ധനിക കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടി അടുത്ത വീട്ടിലെ എന്തെങ്കിലുമൊക്കെ വേല ചെയ്തെങ്കിൽ മാത്രമേ ഇന്ന് ഒരു നേരത്തെ ഭക്ഷണം ലഭിക്കൂ എന്ന അവസ്ഥയിലാകുന്നു എങ്കിൽ അതിൻ്റെ ഗൗരവം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. തൻ്റെ ജനത്തെ യിരെമ്യാവ് കണ്ടത് അങ്ങനെയാണ്. വാസ്തവത്തിൽ അവർ അങ്ങനെ തന്നെയായിരുന്നു. യഹൂദ രാഷ്ട്രം മുഴുവൻ അതിൻ്റെ ദുഃഖകരമായ അന്ത്യത്തിലേക്ക് പോകുന്ന ഒരു സമയത്ത് അവരോട് ദൈവത്തിൻ്റെ ആലോചന അറിയിക്കുന്ന ഉത്തരവാദിത്വം ദൈവം യിരെമ്യാവിന് നൽകി. ഓർത്തോണം, ഞാനിവിടെ യഹൂദ എന്ന് പറയുമ്പോൾ അത് തെക്കേ രാജ്യമാകുന്നു. 2 ഗോത്രങ്ങളടങ്ങിയ ആ തെക്കേ രാജ്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് വീണ്ടും വീണ്ടും ഞാൻ പറയില്ല. ഞാനങ്ങനെ പറയാത്തത് കൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. മൊത്തം യഹൂദന്മാരെ ഉദ്ദേശിച്ചല്ല. യിരെമ്യാവ് പ്രവചിച്ചത് തെക്കേ രാജ്യത്തോടായിരുന്നു.
യിരെമ്യാവിൻ്റെ സമയമായപ്പോഴേക്കും വടക്കേ രാജ്യം, അതായത് 10 ഗോത്രങ്ങൾ ഉൾപ്പെട്ട വടക്കേ രാജ്യം അടിമത്തത്തിലേക്ക് പോയിരുന്നു. അശൂർ വന്ന് അവരെ പിടിച്ചുകൊണ്ടുപോയി. എന്തൊരു സമയമായിരുന്നെന്നറിയാമോ യിരെമ്യാവിൻ്റേത്? രാഷ്ട്രീയമായ അധപ്പതിച്ച അവസ്ഥ, അഴിമതിയും അരക്ഷിതാവസ്ഥയും ഒരുപോലെ നടമാടിയിരുന്ന കാലം, നാശത്തിലേക്ക് കുതിച്ചു പാഞ്ഞുകൊണ്ടിരുന്ന ആ രാഷ്ട്രത്തിൻ്റെ പാതയിൽ നിൽക്കുക എന്നത് യിരെമ്യാവിൻ്റെ ഊഴമായിരുന്നു. അവിടെ വെറുതെ നിൽക്കുകയായിരുന്നില്ല അവൻ. പിന്നെയോ അവരുടെ ഗതി തിരിച്ചുവിടുവാനുള്ള ശ്രമം വിഫലമായപ്പോൾ തൻ്റെ സ്വന്തം ജനം, താൻ സ്നേഹിച്ച ആ കൂട്ടം ഭയാനകമായ നാശത്തിലേക്ക് പതിയുന്നത് അവൻ നിസ്സഹായനായി നോക്കി നിന്നു. എത്ര വേദനാജനകമായൊരവസ്ഥയില്ലേ? തൻ്റെ സ്വന്തം കുഞ്ഞു വെള്ളത്തിൽ വീണ് മരിക്കുവാൻ പോകുന്ന ആ വെപ്രാളം കണ്ടു നിൽക്കുവാൻ മാത്രം കഴിയുന്നൊരു മാതാവിൻ്റെ അവസ്ഥ പോലെയായിരുന്നു യിരെമ്യാവിൻ്റെ അവസ്ഥ. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല. യിരെമ്യാവ് ഏലിയാ പ്രവാചകനെ പോലെ ശക്തനോ യെഹെസ്കേൽ പ്രവാചകനെ പോലെ വലിയ കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തിയോ യെശയ്യാ പ്രവാചകനെ പോലെ ഒരു വാഗ്മിയോ ആയിരുന്നില്ല. എന്നാൽ അവൻ്റെ നിസ്സഹായ അവസ്ഥയും ഭീരുത്വവും പ്രതികൂലങ്ങളും എല്ലാം ദൈവം എടുത്തുപയോഗിച്ചു. ഇന്നും ദൈവം ഇങ്ങനെയുള്ളവരെ ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ പ്രോത്സാഹജനകമായ ഒരു ചിന്തയാണ്. യിരെമ്യാവ് മറ്റുള്ളവരുടെ സഹതാപത്തിനും സ്നേഹത്തിനുമായി കൊതിച്ചിട്ടുള്ളതിന് കണക്കില്ല. എന്നാൽ അവനത് ലഭിച്ചില്ല, ഒട്ടും കിട്ടിയില്ല. ആ വഷളായ തലമുറയോട് തൻ്റെ വചനം അറിയിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത ഉപകരണം എങ്ങനെയുള്ളതെന്ന് ഒന്ന് ശ്രദ്ധിച്ചേ. സ്വയസഹതാപത്താൽ താണുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാകുന്നു താങ്കളെങ്കിൽ എത്ര പ്രോത്സാഹജനകമായ ഒരു ദൂതാണ് താങ്കൾക്ക് ഇവിടെ ലഭിക്കുന്നത് എന്നോർക്കണം. ഒരു കഴിവുമില്ല എന്ന് ചിന്തിച്ച് ഒതുങ്ങിക്കഴിയുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാകുന്നു നിങ്ങളെങ്കിൽ യിരെമ്യാവ് സംസാരിക്കുന്നത്, അവൻ്റെ ജീവിതം സംസാരിക്കുന്നത് അത് താങ്കളോടാണ്. കർത്താവ് ഒരിക്കൽ ഫിലിപ്പിൻ്റെ കൈസരയിൽ വന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാരോടായി ചോദിച്ചു, മനുഷ്യപുത്രൻ ആരാകുന്നു എന്നാണ് ജനങ്ങൾ പറയുന്നത്? അതിന് ശിഷ്യന്മാർ കൊടുത്ത മറുപടി, ചിലർ പറയുന്നു നീ സ്നാപക യോഹന്നാനാകുന്നു എന്ന്, മറ്റു ചിലർ നിന്നെ കാണുന്നത് ഏലിയാവായിട്ടാണ്, ഇനിയും ചിലർ യിരെമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനായോ നിന്നെ കാണുന്നു. അവിടെ മനുഷ്യരിൽ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ കാണുവാൻ സാധിക്കുന്നു. അതിൽ തന്നെ ആർക്കും ശരി അറിയത്തുമില്ലായിരുന്നു. ക്രിസ്തുവിനെ ഏലിയാവായിട്ടോ യോഹന്നാൻ സ്നാപകനായിട്ടോ ചിന്തിച്ചതിൽ ചില ന്യായീകരണം ഉണ്ടായിരുന്നു എന്നതിൽ തർക്കമില്ല. വളരെ ധൈര്യത്തോടുകൂടെ സംസാരിച്ചവൻ, വളരെ ശക്തമായി ദൂതറിയിച്ചവൻ, ആരെയും കൂസാതിരുന്നവൻ ഏലിയാവ് അങ്ങനെയായിരുന്നു, യോഹന്നാൻ അങ്ങനെയായിരുന്നു. എന്നാൽ യിരെമ്യാവായി ചിന്തിച്ചതിലെ യുക്തി എന്തായിരിക്കും? അവർക്കും ചില നല്ല കാരണങ്ങളുണ്ടായിരുന്നു. യിരെമ്യാവ് വിലപിക്കുന്നവനും വേദനയിൽ കൂടി കടന്നുപോയവനുമായിരുന്നു. സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടല്ല, തൻ്റെ ജനത്തെ ഓർത്ത്. ഇവർ തമ്മിലുള്ള വ്യത്യാസം, ക്രിസ്തു മനുഷ്യരായ നമ്മുടെ വേദനകളും ഭാരങ്ങളുമാണ് ചുമന്നത്. എന്നാൽ യിരെമ്യാവ് തൻ്റെ സ്വന്തം ഭാരമാണ് മിക്കപ്പോഴും വഹിച്ചത്. അതവൻ്റെ ഹൃദയത്തെ തകർക്കുന്നതായിരുന്നു. ഒരു പ്രാവശ്യം അവൻ ദൈവസന്നിധിയിൽ ചെന്ന് പറഞ്ഞു, ഇങ്ങനെ മുമ്പോട്ട് പോകുവാൻ എന്നെ കൊണ്ടാവില്ല ദൈവമേ, ഇതെന്നെ ഇഞ്ചിഞ്ചായി തകർക്കുന്നു കർത്താവേ, ഇങ്ങനെ പോയാൽ ഞാൻ മാനസികമായി തകർന്നു പോകും, തക്കതായ വേറെ ആരെയെങ്കിലും കിട്ടുമോ എന്ന് നീ ഒന്ന് നോക്കിയാലും ദൈവമേ. അതിന് ദൈവം നൽകിയ മറുപടി, യിരെമ്യാവേ, നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം, നിൻ്റെ ആ രാജിക്കത്ത് ഞാൻ ഇവിടെ സൂക്ഷിക്കാം. എനിക്കറിയാം നീ എത്രയും വേഗം ഇങ്ങോട്ട് തന്നെ മടങ്ങി വരുമെന്ന്. വേറെ എവിടെ പോകാനാണ് യിരെമ്യാവേ? ദൈവം ആഗ്രഹിക്കുന്ന ഹൃദയമുള്ള ഒരു ദൈവ പൈതൽ മടുത്തെന്ന് തോന്നിയാൽ പോലും ഇട്ടേച്ചു പോകില്ല. കാരണം ആവശ്യം കാണുമ്പോൾ, ജനത്തിൻ്റെ അവസ്ഥ കാണുമ്പോൾ അങ്ങനെയുള്ളവർ ഓടി ദൈവസന്നിധിയിലേക്ക് വന്ന് ദൈവം ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം സ്വയം ഏൽക്കുവാൻ തയ്യാറാകും. ദൈവം പറഞ്ഞതുപോലെ തന്നെ യിരെമ്യാവ് മടങ്ങി വന്നു. എന്നിട്ട് അവൻ പറഞ്ഞു, ദൈവവചനം എൻ്റെ അസ്ഥികൾക്കുള്ളിൽ അഗ്നി പോലെയായിരുന്നു, അത് ജനത്തോട് പങ്കുവെച്ചില്ല എങ്കിൽ എനിക്ക് ജീവിക്കുവാൻ കഴിയില്ല. തീ കത്തും എന്നുള്ളിൽ.
ആ പറഞ്ഞ ദൂത് അവൻ്റെ ഹൃദയത്തെ തകർത്തു. എങ്കിലും അവനത് അറിയിച്ചുകൊണ്ടേയിരുന്നു. അപ്രകാരത്തിലൊരു മനുഷ്യനെയാണ് ദൈവവും ആഗ്രഹിച്ചത്. കാരണം അതിക്രൂരമായൊരു ദൂത് നൽകുവാൻ കഴിയുന്ന വിധത്തിൽ ലോല ഹൃദയമുള്ള ഒരു മനുഷ്യനായിരുന്നു യിരെമ്യാവ്. ഇന്ന് പലരും ദൈവവചനം അറിയിക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ച് പറയുന്നത് നീരസത്തോടെയാണ്. മറ്റുള്ളവർക്ക് അങ്ങനെ അങ്ങോട്ട് വരട്ടെ, അവനത് അർഹിക്കുന്നവനാകുന്നു എന്നുള്ള ചിന്തയോടെയാണ്. എത്ര ധാർഷ്ട്യത്തോടെയാണ് സംസാരിക്കുന്നത് പലരും. എന്നാൽ ദൈവം നോക്കുന്നത് ലോല ഹൃദയമുള്ളൊരു മനുഷ്യനെയാണ്. ഇസ്രായേൽ മക്കൾ ഈ പരമാർത്ഥം അറിയണം എന്ന് ദൈവം ആഗ്രഹിച്ചു. കാരണം താൻ അവരെ അടിമകളായി അയച്ച് ശിക്ഷിക്കുന്നെങ്കിലും അതവൻ്റെ ഹൃദയത്തെ തകർക്കുന്ന അനുഭവമായിരുന്നു. യെശയ്യാവ് പറയുന്നത് പോലെ ന്യായവിധി ദൈവത്തിൻ്റെ ആശ്ചര്യപ്രവൃത്തിയാകുന്നു. യെശയ്യാപ്രവചനം 28-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നു. യെശയ്യാവ് ശുശ്രൂഷിച്ച് ഏകദേശം 1 നൂറ്റാണ്ട് കഴിഞ്ഞാണ് യിരെമ്യാവ് തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചത്. യോശിയ രാജാവിൻ്റെ കാലത്താണ് അവൻ തൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. അവിടെ നിന്നും ബാബിലോന്യ അടിമത്വത്തിലും അവൻ്റെ പ്രവചനം തുടർന്നു. ബാബിലോണിൽ 70 വർഷം അടിമകളായി തൻ്റെ ജനം പാർക്കുമെന്ന് പ്രവചിച്ചത് യിരെമ്യാവാണ്. അടിമത്വത്തിൻ്റെ അന്ധകാരത്തിലൂടെ അവൻ അതിനപ്പുറമുള്ള പ്രകാശം കാണുകയുണ്ടായി. ഭാവിയെക്കുറിച്ചുള്ള ഇത്ര തിളങ്ങുന്ന വാക്കുകൾ മറ്റൊരു പ്രവാചകനും പറഞ്ഞിട്ടില്ല. യിരെമ്യാവിൻ്റെ പ്രവചനം പഠിക്കുമ്പോൾ അത് വിശദമായി നമുക്ക് കാണുവാൻ അവസരമുണ്ടായിരിക്കും. യിരെമ്യാ പ്രവചനം പ്രധാനമായും 7 ഭാഗങ്ങളായി തിരിക്കാവുന്നതാണ്. 1-ാം അധ്യായത്തിൽ പ്രവാചകൻ്റെ വിളി നാം കാണുന്നു, ദൈവം അവനെ വിളിക്കുന്നത്. 2 മുതൽ 20 വരെയുള്ള അധ്യായങ്ങളിൽ സിദെക്കീയാവിൻ്റെ ഭരണത്തിനു മുൻപ് യഹൂദയെക്കുറിച്ചും യെരുശലേമിനെക്കുറിച്ചുമുള്ള പ്രവചനം നാം കാണും. 21 മുതൽ 29 വരെയുള്ള അധ്യായങ്ങളിൽ സിദെക്കീയാവിൻ്റെ സമയത്തെ പ്രവചനങ്ങൾ നാം വായിക്കുന്നു. ഇനിയും 30 മുതൽ 39 വരെയുള്ള അധ്യായങ്ങളിൽ 12 ഗോത്രങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള പ്രവചനങ്ങളും യഹൂദയുടെ ആസന്നമായ പ്രവാസവും അല്ലെങ്കിൽ അവർ അടിമത്തത്തിലേക്ക് പോകുന്നതുമാകുന്നു വിഷയം. 40, 41, 42 അധ്യായങ്ങളിൽ യെരുശലേമിൻ്റെ നാശത്തിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ആളുകളോടുള്ള പ്രവചനമാകുന്നു നാം കാണുന്നത്. 43 മുതൽ 51 വരെയുള്ള അധ്യായങ്ങളിൽ യിരെമ്യാവിൻ്റെ മിസ്രൈമിൽ കഴിച്ച ഒടുവിലത്തെ നാളുകളിലുള്ള പ്രവചനമാകുന്നു നാം വായിക്കുന്നത്. 52-ാം അധ്യായത്തിൽ യെരുശലേമിൻ്റെ നാശത്തെക്കുറിച്ച് പ്രവചിച്ചതിൻ്റെ നിവൃത്തിയാകുന്നു നാം വായിക്കുന്നത്. യോശിയ രാജാവ് യഹൂദ ഭരിക്കുന്ന സമയം ദൈവം പ്രവാചകനെ, അതായത് യിരെമ്യാ പ്രവാചകനെ വിളിക്കുന്നതാണ് 1-ാം അധ്യായത്തിലെ വിഷയം. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം മുതൽ ദിനവൃത്താന്ത പുസ്തകങ്ങൾ 2-ാം ദിനവൃത്താന്ത പുസ്തകം വരെ ഉള്ള അറിവ് ഈ പ്രവചന പുസ്തകങ്ങൾ നമ്മെ പഠിക്കുവാൻ നമ്മെ വളരെയേറെ സഹായിക്കും. അതുകൊണ്ട് ഈ ചരിത്രം നാം അറിഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ചരിത്ര പുസ്തകങ്ങളുടെ സമയത്ത് തന്നെയാണ് പ്രധാന പ്രവാചകന്മാരെല്ലാം തന്നെ പ്രവചിച്ചത്. ഹഗ്ഗായി, സക്രിയാവ്, മലാക്കി എന്നീ പ്രവാചകന്മാർ മാത്രമാണ് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളത്. അവർ പ്രവാസത്തിന് ശേഷമാണ് പ്രവചിച്ചത്. അവരുടെ സമയത്തെ ചരിത്രം എസ്രായുടെയും നെഹമ്യാവിൻ്റെയും പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് യിരെമ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് പ്രവേശിച്ച് 1-2 വാക്യങ്ങൾ നോക്കാം. 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ബെന്യാമിൻ ദേശത്ത് അനാഥോത്തിലെ പുരോഹിതന്മാരിൽ ഹിൽക്കിയാവിൻ്റെ മകനായ യിരെമ്യാവിൻ്റെ വചനങ്ങൾ. യിരെമ്യാവിൻ്റെ പിതാവായ ഹിൽക്കിയാവിനെക്കുറിച്ചൊരു സൂചന ഇവിടെയുണ്ട്. യോശിയ രാജാവിൻ്റെ ഭരണത്തിൻ്റെ സമയത്ത് നൂറ്റാണ്ടുകളായി കാണാതെ കിടന്നിരുന്ന ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തിയ മഹാപുരോഹിതൻ ഈ ഹിൽക്കിയാവായിരുന്നു. നല്ലൊരു പാരമ്പര്യമാണ് യിരെമ്യാവിനുണ്ടായിരുന്നത്. സാധാരണ ഒരു പുരോഹിതനായിരുന്നില്ല പിതാവ്, പിന്നെയോ മഹാപുരോഹിതനായിരുന്നു. അതും ഒരു വലിയ ഉണർവിന് നേതൃത്വം നൽകുവാൻ കഴിയുന്ന ഒരു കാര്യം ചെയ്തതായ ഹിൽക്കിയാവ്. യോശിയ രാജാവിൻ്റെ ഭരണകാലത്തെ ആധ്യാത്മിക ഉണർവിന് കാരണമായത് മോശ ദൈവത്തിൽ നിന്നും പ്രാപിച്ച് രേഖപ്പെടുത്തിയ ഈ ന്യായപ്രമാണ പുസ്തകത്തിൻ്റെ കണ്ടെത്തലാകുന്നു. ഉണർവ് ഏതെങ്കിലും മനുഷ്യൻ കാരണമല്ല, പിന്നെയോ ദൈവവചനം മൂലമാണ് ഉണ്ടാകുന്നത്. എപ്പോഴും ഒരിക്കലും ഒരു മനുഷ്യനല്ല, പിന്നെയോ ആ പുസ്തകമാണ്
അതിന് മുഖാന്തരം. അതാകുന്നു ഉണർവിന് മുഖാന്തരമായിട്ടുള്ളത്. ക്രിസ്തീയ സഭയിൽ ഇന്നോളം ഉണ്ടായിട്ടുള്ള ഉണർവുകളുടെ എല്ലാം പിൻപിൽ ദൈവവചനത്തിൻ്റെ ശക്തിയാണ് നാം കാണുന്നത്. ദൈവം അതിനായി വ്യത്യസ്തരായ മനുഷ്യരെ ഉപയോഗിച്ചു എന്നുള്ളത് സത്യം തന്നെ. എന്നാൽ ദൈവവചനം മൂലമാണ് ഉണർവുണ്ടാകുന്നത്. യോശിയാവിൻ്റെ കാലത്തുണ്ടായ ഈ ഉണർവിൻ്റെ രേഖയും സ്വാധീനവും ചരിത്ര പുസ്തകങ്ങളായ രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൻ്റെ 22-ാം അധ്യായത്തിലും ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ, അത് 2 ദിനവൃത്താന്തം 34-ാം അധ്യായത്തിലും നാം വായിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ അധ്യായങ്ങൾ ഒന്ന് പ്രത്യേകം വായിക്കുമല്ലോ. 2 രാജാക്കന്മാർ 22-ഉം 2 ദിനവൃത്താന്തം 34-ഉം. യിരെമ്യാവിൻ്റെ ജന്മസ്ഥലമായിരുന്നു അനാഥോത്ത്. യെരുശലേമിന് നേരെ വടക്ക് ഏതാനും മൈൽ മാത്രം ദൂരത്തിലായിരുന്നു ഈ പറഞ്ഞ പട്ടണം അനാഥോത്ത്. 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവന് യഹൂദ രാജാവായി ആമോൻ്റെ മകനായ യോശിയാവിൻ്റെ കാലത്ത് അവൻ്റെ വാഴ്ചയുടെ 13-ാം ആണ്ടിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായി. യോശിയാവ് ഭരണം ആരംഭിച്ചപ്പോൾ അവന് 8 വയസ്സ് പ്രായമായിരുന്നു. രാജാവ് അവൻ ഭരണം ആരംഭിച്ചപ്പോൾ 8 വയസ്സ്. അവൻ 31 വർഷം ഭരിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോശിയാവിന് ഏതാണ്ട് 22 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് യിരെമ്യാവ് തൻ്റെ പ്രവചന ശുശ്രൂഷ ആരംഭിച്ചത്. ഈ പറഞ്ഞ സമയത്ത് യിരെമ്യാവിന് ഏകദേശം 20 വയസ്സ് പ്രായമുണ്ടായിരുന്നിരിക്കും. അതുകൊണ്ട് തന്നെ അവർ ഇരുവരും യുവാക്കളും സ്നേഹിതരും ആയിരുന്നിരിക്കും. രാജാവും പ്രവാചകനും ഏകദേശം ഒരേ പ്രായക്കാരും. അതെ, യിരെമ്യാവ് യോശിയാവിൻ്റെ ഭരണസമയത്ത് 18 വർഷം പ്രവചിക്കുകയും രാജാവിൻ്റെ മരണത്തിങ്കൽ വിലപിക്കുകയും ചെയ്തതായി 2 ദിനവൃത്താന്തം 35-ൻ്റെ 25-ൽ നാം കാണുന്നു. യോശിയാവ് വളരെ വിഡ്ഢിത്തരമായ ഒരു കാര്യം ചെയ്തതിനെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ഇത് നമ്മോട് പറയുന്നത് സൂക്ഷിച്ചില്ലെങ്കിൽ ദൈവത്തിൻ്റെ മനുഷ്യരും മണ്ടത്തരം കാണിക്കും എന്നത്രേ. മിസ്രയീം രാജാവായ ഫറവോൻ യഹൂദയ്ക്ക് നേരെ യുദ്ധത്തിന് വരാതിരുന്നപ്പോൾ യോശിയാവ് ഫറവോനോട് യുദ്ധം ചെയ്യുവാൻ കർക്കമിശിലേക്ക് പോയതായി പറഞ്ഞിരിക്കുന്നു. ഇന്നും വ്യക്തമല്ലാത്ത ഏതോ കാരണത്താൽ യോശിയാവ് ഈ എസ്ട്രലോൺ താഴ്വരയിൽ യുദ്ധത്തിനായി പോയി. അവിടെ വെച്ച് അവൻ കൊല്ലപ്പെട്ടു. ഒരു നല്ല രാജാവായിരുന്ന കാരണത്താൽ യിരെമ്യാവ് യോശിയാവിനെക്കുറിച്ച് വിലപിക്കുന്നത് നാം കാണുന്നു. യഹൂദയിലെ ജനങ്ങൾ കണ്ട ഒടുവിലത്തെ ഉണർവുണ്ടായത് യോശിയാവിൻ്റെ കാലത്തായിരുന്നു. അത് വലിയ ഒരു ഉണർവ് തന്നെയായിരുന്നു. യോശിയാവിൻ്റെ മരണത്തിന് ശേഷം യിരെമ്യാവ് കണ്ടത് യഹൂദാദേശം ഒരു വലിയ രാത്രിയിലേക്ക്, കൂരിരുട്ടിലേക്ക് പ്രവേശിക്കുന്നതാണ്. ബാബിലോന്യ പ്രവാസം കഴിയുന്നത് വരെ ആ അന്ധകാരം മാറിയതേയില്ല. ഒരു നല്ല മനുഷ്യൻ കാണിക്കുന്ന മണ്ടത്തരം, വരുത്തി വെക്കുന്ന വിന എത്ര ഭയങ്കരമാകുന്നില്ലേ? ഇനി 3-ാം വാക്യം നമുക്ക് നോക്കാം. 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. യഹൂദ രാജാവായ യോശിയാവിൻ്റെ മകനായ യെഹോയാക്കീമിൻ്റെ കാലത്തും യഹൂദ രാജാവായ യോശിയാവിൻ്റെ മകനായ സിദക്കിയാവിൻ്റെ 11-ാം ആണ്ടിൻ്റെ അവസാനം വരെയും 5-ാം മാസത്തിൽ യെരുശലേമ്യരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയതുവരെയും തന്നെ അങ്ങനെ ഉണ്ടായി. യിരെമ്യാവിൻ്റെ ശുശ്രൂഷയുടെ കൃത്യസമയം മനസ്സിലാക്കുവാൻ ഈ വാക്യവും ഇതിനു മുൻപുള്ള വാക്യവും നമ്മെ സഹായിക്കും. യോശിയ രാജാവിൻ്റെ വാഴ്ചയുടെ 13-ാം ആണ്ട് മുതൽ യെരുശലേമിനെ പ്രവാസത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോയത് വരെ എന്നാണ് നാം വായിച്ചത്. യഹൂദ എന്നാണ് പ്രവാസത്തിലേക്ക് പോയതെന്ന് നമുക്കറിയാം. യിരെമ്യാവ് ദേശത്ത് താമസിച്ചു കൊള്ളുവാൻ നെബൂഖദ്നേസർ അവനെ അനുവദിച്ചു എന്ന് യിരെമ്യാ പ്രവചനം 39-ാം അധ്യായത്തിൻ്റെ 11-ഉം 12-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നു. യിരെമ്യാവെക്കുറിച്ച് ബാബേൽ രാജാവായ നെബൂഖദ്നേസർ അകമ്പടി നായകനായ നെബൂസർഅദാനോട്, നീ അവനെ വരുത്തി അവൻ്റെ മേൽ ദൃഷ്ടി വെച്ച് അവനോട് ഒരു ദോഷവും ചെയ്യാതെ അവൻ നിന്നോട് ആവശ്യപ്പെടുന്നതൊക്കെയും ചെയ്തു കൊടുക്കുക എന്ന് കൽപ്പിച്ചിരുന്നു. തൻ്റെ സഹോദരങ്ങളോടുകൂടെ ബാബിലോണിലേക്ക് പോകുവാൻ യിരെമ്യാവ് ആഗ്രഹിച്ചിരുന്നില്ല. അവർ, അതായത് തൻ്റെ സഹോദരങ്ങൾ, അവൻ്റെ ദൂത് തള്ളിക്കളയുകയും അവൻ മുൻകൂട്ടി പറഞ്ഞതുപോലെ അടിമകളായി അവർ പിടിക്കപ്പെടുകയും ചെയ്തു. തൻ്റെ ആവശ്യം നെബൂഖദ്നേസർ സമ്മതിച്ചു കൊടുത്തതിനാൽ ദേശത്ത് താമസിച്ചുകൊണ്ട് അവിടെ ശേഷിച്ചതായ ചുരുക്കം ചിലരോടൊപ്പം യിരെമ്യാവ് അവിടെ പാർത്ത് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു. എന്നാൽ ആ ശേഷിപ്പ് യിരെമ്യാവ് പറഞ്ഞതനുസരിക്കാതെ മിസ്രൈമിലേക്ക് പിന്നീട് പോവുകയും തങ്ങളോടൊപ്പം പ്രവാചകനെ നിർബന്ധിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. മിസ്രൈമിലും യിരെമ്യാവ് ദൈവത്തിൻ്റെ വചനം വിശ്വസ്തയോടെ തൻ്റെ ജനത്തോട് അറിയിച്ചു കൊണ്ടിരുന്നു. ഇവിടെ വിട്ടുപോയ ചരിത്രം 2 ദിനവൃത്താന്തം 36-ൽ പറഞ്ഞിരിക്കുന്നതായ
ആ വിഷയമാകുന്നു നാം കാണുന്നത്. യോശിയാവിൻ്റെ പുത്രനായിരുന്ന യഹോവാഹാസിനെക്കുറിച്ച് യിരെമ്യാവ് പറയുന്നില്ല. അവൻ 3 മാസം ഭരണം നടത്തി. അവനെ അവർ സ്ഥാനഭ്രഷ്ടനാക്കിയത് എത്ര പെട്ടെന്നായിരുന്നു എന്ന് ഓർക്കുക. മിസ്രൈം രാജാവ് യഹോവാഹാസിൻ്റെ സഹോദരൻ എല്യാക്കീമിനെ സിംഹാസനത്തിൽ ഇരുത്തുകയും അവൻ്റെ പേർ യഹോയാക്കീൻ എന്ന് മാറ്റുകയും ചെയ്തു. അവൻ 11 വർഷം ഭരിച്ചു. ബാബിലോന്യ രാജാവായ നെബൂഖദ്നേസറിനോട് മത്സരിക്കരുതെന്ന് യിരെമ്യാവ് അവന് മുന്നറിയിപ്പ് നൽകിയതായിരുന്നു. എന്നാൽ യഹോയാക്കീം യിരെമ്യാവിൻ്റെ ആലോചന വകവയ്ക്കാതെ വന്നതിനാൽ അവനെ അടിമയായി ബാബേൽ രാജാവ് തൻ്റെ ദേശത്തേക്ക് കൊണ്ടുപോയി. എല്യാക്കീമിനെ മാറ്റിക്കളഞ്ഞിട്ട് ബാബിലോന്യ രാജാവ് യഹോയാക്കീമിനെ യെരുശലേമിൻ്റെ സിംഹാസനത്തിലിരുത്തി എന്ന് നാം വായിക്കുന്നു. അവൻ 3 മാസവും 10 ദിവസവും മാത്രം ഭരിച്ചു. അവനെക്കുറിച്ച് യിരെമ്യാവ് ഒന്നും പറയുന്നില്ല. കാരണം പറയുവാനും മാത്രം ഒന്നുമില്ല. 3 മാസമല്ല ഉള്ളൂ. ഭരണം തുടങ്ങുന്നതിന് മുമ്പേ അവൻ വെളിയിലായി. നെബൂഖദ്നേസർ അവനെയും അടിമയായി പിടിച്ചുകൊണ്ടുപോയി എന്ന് നാം വായിക്കുന്നു. അതിനുശേഷം യഹോയാക്കീമിൻ്റെ പിതാവിൻ്റെ സഹോദരൻ സിദക്കിയാവ് യെരുശലേമിൻ്റെ സിംഹാസനത്തിൽ വന്നതല്ല, നെബൂഖദ്നേസർ അവിടെ ഇരുത്തിയതാണ്. അവൻ 11 വർഷം യഹൂദയിൽ ഭരിച്ചു. സിദക്കിയാവ് മത്സരിച്ചപ്പോൾ നെബൂഖദ്നേസർ വന്ന് യെരുശലേമിനെ നശിപ്പിച്ച് കുപ്പക്കുന്നാക്കുകയും അവൻ്റെ പുത്രന്മാരെ കൊന്നുകളയുകയും സിദക്കിയാവിൻ്റെ കണ്ണ് പൊട്ടിച്ച് അവനെ അടിമയാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഈ കേൾക്കുന്നതൊക്കെ മൃഗീയമായി തോന്നുന്നു, ഇല്ലേ? അവ മൃഗീയം തന്നെയാണ്. എന്നാൽ നാം മറക്കരുത്, നെബൂഖദ്നേസർ യെരുശലേം പട്ടണത്തോട് വളരെ ദീർഘക്ഷമ കാണിച്ചു. അതുമാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ജനം യിരെമ്യാവിലൂടെ ദൈവം നൽകിയ മുന്നറിയിപ്പുകളെ വകവയ്ക്കാതെ മുൻപോട്ട് പോയ ഒരു കൂട്ടമായിരുന്നു. യെരുശലേമിൽ ശേഷിച്ചിരുന്ന കൂട്ടത്തോടെ യിരെമ്യാവ് തൻ്റെ ശുശ്രൂഷ തുടർന്നു. അവിടുത്തെ ജനം അവനെ നിർബന്ധിച്ച് മിസ്രൈമിലേക്ക് കൊണ്ടുപോയപ്പോഴും യിരെമ്യാവ് തൻ്റെ ശുശ്രൂഷ തുടർന്നു. മിസ്രൈമിൽ പോലും അവൻ പ്രവചനം തുടർന്നു. അവിടെയാണ് അവൻ മരിച്ചതൊടുവിൽ. യിരെമ്യാവിൻ്റെ ജീവിതത്തിൻ്റെ 2 പ്രത്യേകതകൾ അവൻ്റെ കരച്ചിലും ഏകാന്തതയുമായിരുന്നു. അവൻ്റെ ശുശ്രൂഷയുടെ അടയാളമായിരുന്നു ഈ പറഞ്ഞത് രണ്ടും, കരച്ചിലും ഏകാന്തതയും. അത് ഒരുപാട് പ്രയോജനം ചെയ്തു എന്ന് മുൻപോട്ട് പഠിക്കുമ്പോൾ നാം കാണുന്നതാണ്. ശ്രദ്ധിച്ച് പഠിക്കുവാൻ, പ്രാർത്ഥനയോട് പഠിക്കുവാൻ നിങ്ങളെ തന്നെ സമർപ്പിച്ചാട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ ജനമായ ഇസ്രയേലിൻ്റെ ആത്മീയ അധപതനം മൂലം ദൈവം ആ ജനത്തെ അവരുടെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കുവാൻ പോകുന്നുവെന്ന് പ്രവചിക്കുകയും അതിൻ്റെ നിവൃത്തി തൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് കാണുകയും ചെയ്യേണ്ടി വന്ന പ്രവാചകനാണ് യിരെമ്യാവ്. താൻ പ്രവചിച്ച കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടി കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ച ദൈവഭൃത്യനെ ശ്രദ്ധിക്കുവാൻ ഹൃദയകാഠിന്യം സംഭവിച്ച ഇസ്രയേൽ കൂട്ടാക്കിയില്ല. കേൾക്കുന്ന വചനം അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ഈ പഠനം നമ്മെ സഹായിക്കട്ടെ.